ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS ആണ്. EVSലെ നമ്മുടെ 3rd യൂണിറ്റ് വിങ്ഡ് ബഡ്ഡീസ്. അപ്പോൾ നമ്മുടെ 3ാമത്തെ യൂണിറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സെക്കൻഡ് പാർട്ടിൻ്റെ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് പാർട്ടാണ് 3rd യൂണിറ്റിൻ്റെ വിങ്ഡ് ബഡ്ഡീസിൻ്റെ പാർട്ട് 2ൻ്റെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേർഡ്സ് ആൻഡ് their habitats എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെയ്ക്കുള്ള ടോപ്പിക്സ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ക്ലാസ്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. എല്ലാ സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് ഇന്നത്തെ ടോപ്പിക് ബേർഡ്സ് ആൻഡ് their habitats. ഓക്കെ, അപ്പോൾ നമ്മുടെ 3ാമത്തെ യൂണിറ്റ്. എന്താ ചോദ്യം, എന്താ ഇവിടെ പറയുന്നത്? നമ്മുടെ 3ാമത്തെ യൂണിറ്റിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്? ബേർഡ്സിനെ കുറിച്ചാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമ്മൾ 3ാമത്തെ യൂണിറ്റിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? പക്ഷികളെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ടോപ്പിക്കിൽ പറയുന്നത്? ബേർഡ്സ് ആൻഡ് their habitats. എന്താ പറയുന്നത്? where can we see birds? അതായത് പക്ഷികളെ നമുക്ക് എവിടെയൊക്കെയാണ് കാണാൻ സാധിക്കുക? എവിടെയെല്ലാം കാണാൻ സാധിക്കും? സ്വാഭാവികമായി നമ്മൾ പറക്കുന്ന പക്ഷികളെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അല്ലാതെ പക്ഷികൾ ഇരിക്കുന്നത് എവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുക? നിയർ ദ പോണ്ട് അല്ലെ, കുളത്തിന്റെ അടുത്തൊക്കെ പക്ഷികൾ കാണാൻ സാധിക്കും. പിന്നെയോ ഫീൽഡ്സ് ആൻഡ് ഫാംസ്, കൃഷിയിടങ്ങളിലെല്ലാം കാണാൻ സാധിക്കും, പാടങ്ങളിൽ. പിന്നെ ഓൺ ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീസ്, മരക്കൊമ്പുകളിൽ പക്ഷികളെ കാണാൻ സാധിക്കും. അവിടെയെല്ലാം പക്ഷികൾ ഇരിക്കാറുണ്ട് അല്ലെ. നെയിം ദ ബേർഡ്സ് സീൻ ഇൻ വാട്ടർ റിച്ച് പ്ലേസസ്. അതായത് വെള്ളം കൂടുതലുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പക്ഷികൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാ? ഡക്ക്, ക്രെയിൻ, സ്വാൻ, വൈറ്റ് ബ്രസ്റ്റഡ് വാട്ടർ ഹെൻ, അങ്ങനെ കുളക്കോഴി അല്ലെ. ഇങ്ങനെയുള്ളതൊക്കെ എന്താണ് വെള്ളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പക്ഷികളാണ്. പിന്നെ നമുക്ക് എവിടെയൊക്കെയാണ് പക്ഷികളെ കാണാൻ സാധിക്കുക? ഗാർഡൻസ് ആൻഡ് പാർക്സ്, ഫോറസ്റ്റ് ആൻഡ് ഹിൽസ്, ഇവിടെയെല്ലാം നമുക്ക് പക്ഷികളെ കാണാൻ സാധിക്കും. പക്ഷികളുടെ ഹാബിറ്റേറ്റ് ആണ് ഇതെല്ലാം. വാട്ട് ആർ their ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ പ്രത്യേകത എന്തൊക്കെയാണ്? അതായത് നമ്മൾ പക്ഷികളുടെ പ്രത്യേകതയാണ് ഇവിടെ ചോദിക്കുന്നത് അല്ലെ. വെള്ളത്തിൽ കാണുന്ന പക്ഷികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ലോങ് ലെഗ്സ്, പിന്നെന്താ? ഓയിലി ഫെദേഴ്സ്. വെള്ളത്തിൽ കാണുന്ന പക്ഷികൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കുളക്കോഴിയൊക്കെ കാണാൻ സാധിക്കും അല്ലെ, കുളക്കോഴി. അപ്പൊ അതൊക്കെ എന്താണ്? അല്ലെങ്കിൽ നമ്മൾ ഡക്കിനെയൊക്കെ നമുക്ക് വെള്ളത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കാലുകൾ. ഇപ്പൊ നമ്മൾ ക്രെയിൻ എടുക്കാം. ക്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? കൊക്ക് അല്ലെ. ഇപ്പൊ എല്ലാ പക്ഷികൾക്കും ഈ പ്രത്യേകതകൾ ഉണ്ട് എന്നല്ല പറയണത്. കൂടുതലായിട്ടും എന്താ? ഓയിലി ഫെദർ ആയിരിക്കും. അതായത് വെള്ളം തട്ടിയാലും അവരുടെ ചിറകുകൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓയിലി ഫെദേഴ്സ് ആയിരിക്കും. ലോങ് ആൻഡ് ഷാർപ്പ് ബീക്സ് ആയിരിക്കും. ലോങ് ലെഗ്സ്, ലോങ് ആയിട്ടുള്ള കാലുകളായിരിക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രത്യേകതകൾ എന്ന് പറയുന്നത്. നോട്ട് ഓൾ ബേർഡ്സ് ഹാവ് ദ സെയിം ബോഡി സ്ട്രക്ചർ. അപ്പൊ നമ്മൾ പക്ഷികളെ കുറിച്ച് നമ്മളിപ്പോൾ 2 ക്ലാസ്സുകൾ, നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഒക്കെ നമ്മൾ കഴിഞ്ഞതാണ്. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് എന്ത് മനസ്സിലായിട്ടുണ്ടാവും? നോട്ട് ഓൾ ബേർഡ്സ് ഹാവ് ദ സെയിം ബോഡി സ്ട്രക്ചർ. എല്ലാ പക്ഷികൾക്കും ഒരേ ബോഡി സ്ട്രക്ചർ ആണോ? കാണാൻ എങ്ങനെ ഒരേപോലെയാണോ? അല്ല അല്ലെ. അപ്പോൾ നോട്ട് ഓൾ ബേർഡ്സ് ഹാവ് ദ സെയിം ബോഡി സ്ട്രക്ചർ. അതുപോലെ പിന്നെ അടുത്ത് നമ്മൾ എന്ത് മനസ്സിലാക്കി? സം ഹാവ് ലോങ് പോയിന്റഡ് ബീക്സ് ആൻഡ് ലോങ് ലെഗ്സ്. ചില പക്ഷികൾക്ക് എങ്ങനെയാണ്? നല്ല നീളമുള്ള പോയിന്റഡ് ആയിട്ടുള്ള കൊക്കുകളും നീളൻ കാലുകളുമായിരിക്കും. കളക്ഷൻ ഓഫ് ഫുഡ് ആൻഡ് മൂവ്മെന്റ് ആർ റിലേറ്റഡ് ടു ദ ബോഡി സ്ട്രക്ചർ ഓഫ് ബേർഡ്സ്. അതുപോലെ തന്നെ ആ പക്ഷികളുടെ ആഹാര രീതി, അതുപോലെ അതിന്റെ മൂവ്മെന്റ് ഒക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? അതിന്റെ ബോഡി സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. Birds that hunt for prey in water rich areas have oily feathers. അതുപോലെ തന്നെ വെള്ളത്തിലൂടെ പോകുന്ന പക്ഷികൾ, വെള്ളത്തിൽ ജീവിക്കാൻ സാധിക്കുന്ന പക്ഷികൾ അല്ലെ, വെള്ളത്തിലൂടെ നീന്താനൊക്കെ സാധിക്കുന്ന പക്ഷികൾ ഉണ്ടാവും, അല്ലെങ്കിൽ വെള്ളത്തിൽ നിൽക്കാൻ സാധിക്കുന്ന പക്ഷികൾ. വാട്ടർ റിച്ച് ഏരിയയിൽ കാണുന്ന പക്ഷികൾ അതിന്റെ ഇരയെ പിടിക്കുന്ന, അതായത് വാട്ടർ റിച്ച് ഏരിയയിൽ നിന്നും ഇരയെ പിടിക്കുന്ന പക്ഷികൾക്ക് എന്തുണ്ടാവും? ഓയിലി ഫെദർ ആയിരിക്കും. അതായത് അതിന്റെ ചിറകുകളിൽ അല്ലെങ്കിൽ തൂവലിൽ വെള്ളം പറ്റിയാലും അതെന്താവും? വെള്ളം ഇപ്പൊ ഒരു ഓയിലി ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. വെള്ളം തങ്ങി നിൽക്കില്ല അതിന്റെ ഫെദറിൽ. അങ്ങനെ ആയിരിക്കും അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ അടുത്ത് പഠിക്കുന്നത് നൊക്ടേണൽ ബേർഡ്സിനെ കുറിച്ചാണ്. എന്താണ് നൊക്ടേണൽ ബേർഡ്സ് എന്ന് വെച്ചാൽ? ചിത്രത്തിൽ കാണുന്ന ഈ പക്ഷി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിന്റെ പേരെന്താ? മൂങ്ങ അല്ലെ, ഹൗളാണ്. അപ്പൊ എന്താണ് നൊക്ടേണൽ ബേർഡ്സ്? അപ്പൊ ഇത് ഓർത്ത് വെക്കുക, ഇത് പഠിച്ചു വെക്കുക. നൊക്ടേണൽ എന്നൊക്കെ നിങ്ങൾക്ക് ന്യൂ വേർഡ് ആയിരിക്കാം. അപ്പൊ അത് പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്, നൊക്ടേണൽ ബേർഡ്സിൻ്റെ. അത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് എന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ എന്താണ് നൊക്ടേണൽ ബേർഡ്സ് പറയുന്നത്? ഔൾസ് sleep during the day and hunt for prey at night. അപ്പോൾ നമുക്ക് ഔൾ എന്ന് പറയുമ്പോൾ, മൂങ്ങ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യം എന്താ? മൂങ്ങകൾ എങ്ങനെയാണ്? പകൽ സമയങ്ങളിൽ ഉറങ്ങുകയും രാത്രി സമയങ്ങളാണ് ഇര തേടി ഇറങ്ങുക. അതാണ് ഔളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. They have a feathered coat
that is suitable for hunting at night and does not make sound while flying. അതുപോലെ തന്നെ അവർ എന്ത് ചെയ്യും, പറക്കുന്ന സമയത്ത് ശബ്ദം ഉണ്ടാക്കാതെയാണ് അവർ പറക്കുക അല്ലെ. The forest owl catches small creatures. അപ്പൊ ഔളിൽ തന്നെ, മൂങ്ങയിൽ തന്നെ, അപ്പൊ എന്താ nocturnal birds എന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണ്, അവരെ പകൽ സമയങ്ങളിൽ ഉറങ്ങുകയും രാത്രി സമയങ്ങളിൽ ഇരതേടി ഇറങ്ങുകയും ചെയ്യുന്ന പക്ഷികളെ നമ്മൾ എന്ത് പറയും, nocturnal birds എന്ന് പറയും. അതുപോലെ ഇപ്പോൾ ഔളാണ് നമുക്ക് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക. ഔളിൽ തന്നെ, മൂങ്ങയിൽ തന്നെ, നമുക്ക് മൂങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പേര് നമുക്ക് അറിയുള്ളൂ, പക്ഷെ മൂങ്ങയിൽ തന്നെ വിവിധ തരത്തിലുള്ള മൂങ്ങകളുണ്ട്. ഫോറസ്റ്റ് ഔള്, ബാൺ ഔൾ, ഫിഷ് ഔൾ, കണ്ടോ, അങ്ങനെ പല തരത്തിലുണ്ട്. ഇപ്പൊ ഫോറസ്റ്റ് ഔൾ എന്താണ് ക്യാച്ച് ചെയ്യുക, ചെറിയ ചെറിയ ജീവികൾ, ഇതെല്ലാം രാത്രി ഭക്ഷണമാണ്. അപ്പൊ ഫോറസ്റ്റ് ഔൾ ആണെങ്കിൽ ചെറിയ ചെറിയ ക്രിയേച്ചർ ജീവികളെയൊക്കെയാണ് അത് കഴിക്കുക. അതേപോലെ ബാൺ ഔൾ ആണെങ്കിലോ ദ ബാൺ ഔൾ, അല്ലെങ്കിൽ അതിന് പറഞ്ഞ മറ്റൊരു പേരാണ് വെള്ളി മൂങ്ങ എന്ന് പറയും, സിൽവർ ഔൾ കേട്ടോ. ഈറ്റ്സ് മൈസ് ആൻഡ് ബാൻഡിക്കൂട്ട്സ്. The fish owl hunts fish and the nightjar eats field mice. All of these are nocturnal birds. അപ്പോൾ ഓരോ പക്ഷികൾ കഴിക്കുന്ന ആഹാരത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ബാണൗളൊക്കെ എന്താ കഴിക്കുക, മൈസ് അല്ലെ, എലി, പെരിച്ചാഴി പോലത്തെ സാധനങ്ങളൊക്കെ പിടിച്ചു തിന്നും. ദ ഫിഷ് ഔൾ പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്. ഫിഷ് ഔൾ അപ്പൊ എന്തായിരിക്കും കഴിക്കുക, ഫിഷ്, അതായത് മീനിനെ കഴിക്കുന്ന ഒരു ഔളാണ് ഫിഷ് ഔൾ എന്ന് പറയുന്നത്. അതുപോലെ നൈറ്റ് ജാർ എന്ന് പറയുന്നത് ഒരു പക്ഷീന്റെ പേരാണ് കേട്ടോ. നൈറ്റ് ജാർ എന്ന് പറയുന്നത്, നൈറ്റ് ജാർ ഈസ് ഫീൽഡ് മൈസ്, അതായത് ഈ പറഞ്ഞ പോലെ പാടങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്ന പെരിച്ചാഴികളെയും എലികളെയൊക്കെ കഴിക്കുന്ന ഒരു പക്ഷിയാണ് നൈറ്റ് ജാർ എന്ന് പറയുന്നത്. ആൻഡ് ഓൾ ഓഫ് ദീസ് ആർ നോക്ടേണൽ ബേർഡ്സ്. ഈ പക്ഷികളെല്ലാം തന്നെ എന്താണ്, നോക്ടേണൽ ബേർഡ്സ് ആണ്. ഈ പക്ഷികളെല്ലാം തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന പേരെന്താണ്, നോക്ടേണൽ ബേർഡ്സ് കേട്ടോ, നോക്ടേണൽ ബേർഡ്സ്. അപ്പൊ അതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോറസ്റ്റ് ഔള്, അതുപോലെ ബാൺ ഔള്, അതുപോലെ ഫിഷ് ഔള്, നൈറ്റ് ജാർ, ഇതാണ് ഈ പക്ഷികൾ. ഫോറസ്റ്റ് ഔള്, ബാൺ ഔള്, ഫിഷ് ഔള്, നൈറ്റ് ജാർ. ഓക്കെ, നെക്സ്റ്റ് ബേർഡ്സ് ആൻഡ് ദെയർ നെസ്റ്റ്. അപ്പൊ ഇതിന് നമ്മൾ പറഞ്ഞ ഹാബിറ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇത് നമ്മൾ പറയുന്നത് ഇതിനെ കുറിച്ചാണ്, അതിന്റെ കൂടുകളെ കുറിച്ച്, നെസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതായത് അതിന്റെ കൂടിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ബേർഡ്സ് ആൻഡ് ദെയർ നെസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഹാവ് യു നോട്ടീസ്ഡ് ദ നെസ്റ്റ് ആൻഡ് ദ birds around us? In what ways are the nest different? Find and write down your answer. അതായത് എവിടെയൊക്കെയാണ്, ഹാവ് യു നോട്ടീസ്ഡ് ദ നെസ്റ്റ് ഓഫ് ദ ബേർഡ്സ് അറൗണ്ട് അസ്, കൂടുകൾ കണ്ടിട്ടുണ്ടോ, കിളിക്കൂടുകൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇവിടെ എന്താ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയാണ് കൂടുകൾ വ്യത്യസ്തമായത്, എല്ലാ പക്ഷികൾക്കും ഒരേ തരത്തിലുള്ള കൂടുകളാണോ, അല്ല, നോ. അപ്പൊ എങ്ങനെയൊക്കെയാണ് അത് ഡിഫറെന്റ് ആവുന്നത്. അപ്പൊ നമുക്ക് നെസ്റ്റിനെ കുറിച്ചാണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുകൾ വ്യത്യസ്തമായിരിക്കുന്നത്. ഒന്നാമത്തെ പറയുന്നത് എന്താ, പ്ലേസസ് വേർ they are found, മെറ്റീരിയൽസ്, അതായത് ആ കൂട് കിട്ടുന്ന സ്ഥലങ്ങൾ വ്യത്യസ്തമായിരിക്കും അല്ലെ. പിന്നെയോ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ, ആ കൂട് കെട്ടാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് വ്യത്യസ്തമായിരിക്കും. പിന്നെ ആ ക്ലൈമറ്റ്, എല്ലാ പക്ഷികളും ഒരേ ക്ലൈമറ്റിൽ ജീവിക്കുന്ന പക്ഷികളായിരിക്കും. ആ ഓരോ ക്ലൈമറ്റിന് അനുയോജ്യമായിട്ടായിരിക്കും അവിടുത്തെ കൂടുകൾ. പിന്നെ ഷേപ്പ് വ്യത്യസ്തമായിരിക്കും, സൈസ് വ്യത്യസ്തമായിരിക്കും. ഇതെല്ലാം തന്നെ എന്താണ്, കൂടുകളിൽ വ്യത്യസ്തമായി നിൽക്കുന്ന കാര്യങ്ങളാണ്. അടുത്ത ടോപ്പിക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എഗ്സ് ആണ്, മുട്ടകൾ. നമുക്കറിയാം പക്ഷികൾ എന്ത് ചെയ്യുന്നു, മുട്ടയിടുന്നു അല്ലെ. അപ്പൊ ആ മുട്ടകൾ എന്ന് പറയുന്നത് എന്താണ്, വ്യത്യസ്തമാണ്. എല്ലാ പക്ഷികളുടെ മുട്ടകളും കാണാൻ ഒരേപോലെയാണോ? നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു ബേർഡിന്റെ എഗ് എന്ന് പറയുന്നത് ഹെന്നിന്റെ ആയിരിക്കും അല്ലെ, കോഴിമുട്ട. അപ്പൊ കോഴിമുട്ട എന്ന് പറയുന്നത് എന്താണ്, കോഴിമുട്ടയും അല്ലെങ്കിൽ ഒരു വേറൊരു ബേർഡിന്റെ എഗ്ഗും ഒരേപോലെ ആണോ? അത് അവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്, വിച്ച് ബേർഡ്സ് എഗ്സ് ആർ ദീസ്, റൈറ്റ് ഇറ്റ് ഡൗൺ. ഇത് നോക്കിയിട്ട് ഇത് ഏത് പക്ഷിയുടെ എഗ് ആണെന്നാണ് എഴുതേണ്ടത്. ഫസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഹെന്ന് അല്ലെ, ഹെന്നിന്റെ എഗ് ആണത്. അടുത്ത മുട്ട നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഏത് പക്ഷിന്റെ മുട്ടയാണ്, ക്യുല്ലിന്റെ മുട്ടയാണ് കേട്ടോ. അത് കാടമുട്ട എന്നൊക്കെ പറയും നമ്മൾ മലയാളത്തില്. അടുത്തത് വേറെ കൊടുത്തിരിക്കുന്ന എഗ്ഗ് നോക്കിക്കാം. ഏതൊക്കെ പല ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോരോ പക്ഷികളുടെ മുട്ടകളാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ പക്ഷികൾ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എമു, ഡക്ക്, ഓസ്ട്രിച്ച്, ക്രോ, കുക്കു, അങ്ങനെ പല പക്ഷികളുടെ മുട്ടകൾ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചിത്രം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്, ഒക്കെ വ്യത്യസ്തമാണ് അല്ലേ, ഡിഫറെന്റ് ഓരോ രീതിയിൽ. ചില കാണുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരേപോലെ നമുക്ക് തോന്നും, പക്ഷെ അതിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരേ രൂപത്തിലായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിഫറൻസ് അതിൽ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ പല കളറിലും പല രൂപത്തിലുള്ള മുട്ടകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ചോദ്യം എന്താണ്, ഇൻ വാട്ട് വേസ് ഡു ബേർഡ്സ് എഗ്സ് ഡിഫർ? ഏതൊക്കെ രീതിയിലാണ് പക്ഷികളുടെ മുട്ടകൾ വ്യത്യസ്തമായിരിക്കുന്നത്? സൈസ് വ്യത്യസ്തമാണ് അല്ലെ,
പിന്നെയോ കളറും ഡിഫറൻസ് ഉണ്ടാവാം, ഷേപ്പ് ഡിഫറെന്റ്, അതായത് ചിലപ്പോൾ ഈ കാടമുട്ടയും കോഴിയുടെ മുട്ടയും എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഷേപ്പ് ഇങ്ങനെ ഒരേപോലെയാണോ, അല്ല, വ്യത്യസ്തമാണ്. സോ കളർ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ബേർഡ്സ്, their nest and their eggs, identify their features and prepare an album. ഒരു ആൽബം നിങ്ങളുടെ അടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ചെയ്ത് നോക്കി, ആൽബം ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ മിസ് ചെയ്ത് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് അത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഹെൽപ്പ് ആവും. ഇവിടെ ആൽബം ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള പക്ഷികളും അവരുടെ കൂടുകളും ആ പക്ഷിയുടെ മുട്ടയും എന്ന രീതിയിൽ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യണം, ആൽബം ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ എന്താ പറയുന്നത്, മുട്ടകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. There is diversity in bird's nest with respect to shape, size, construction material, location, nesting method and their eggs. അപ്പോൾ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പക്ഷികളുടെ കൂടുകൾ വ്യത്യസ്തമായിരിക്കുന്നത്? അത് ഷേപ്പ്, സൈസ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, കൂട് കെട്ടാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതുപോലെ ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ, പിന്നെ നെസ്റ്റിംഗ് മെത്തേഡ് അതിൻ്റെ അടിസ്ഥാനത്തിൽ, പിന്നെ അവരിടുന്ന പക്ഷികളിടുന്ന മുട്ടയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ആ പക്ഷികളുടെ നെസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്ന ടോപ്പിക്, ഇത് ഇങ്ങനെയുള്ള ഈ ബോക്സുകളിൽ കാണുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ മിസ് ചെയ്യാതെ വായിക്കുക, പഠിക്കുക. കാരണം ഇവിടെ നിന്നൊക്കെ എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ നിന്നൊക്കെ വരിക കേട്ടോ. അപ്പോൾ ഇവിടെ ആരെ കുറിച്ചാണ് പറയുന്നത്, ഓസ്ട്രിച്ചിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ ഫസ്റ്റ് പാർട്ട് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഓസ്ട്രിച്ച് എന്ന ബേർഡിന്റെ പ്രത്യേകതയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഓസ്ട്രിച്ചിന്റെ എഗ്ഗിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ഇവിടെ പറയുന്നത്. ഓസ്ട്രിച്ച് ആൻഡ് ഇറ്റ്സ് എഗ്. എന്താണ് ഓസ്ട്രിച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാ, ലാർജസ്റ്റ് ബേർഡ് എന്ന് പറയുന്നത് നമുക്ക് ഓസ്ട്രിച്ച് ആണെന്ന് നമുക്കറിയാം, ലാർജസ്റ്റ് ബേർഡ്. The ostrich is the largest living bird in the world today. അതായത് ഇപ്പോൾ ഉള്ളതിലെ ഏറ്റവും ലാർജസ്റ്റ് ബേർഡ് എന്ന് പറയുന്നത് ഏതാണ്, ഓസ്ട്രിച്ച് ആണ്. ഇറ്റ്സ് എഗ് ഈസ് ദ ലാർജസ്റ്റ് എഗ്. അതേ അപ്പോൾ ആ പക്ഷിയുടെ മുട്ടയും എന്തുതന്നെയായിരിക്കും, ലാർജസ്റ്റ് എഗ് ആയിരിക്കും. എല്ലാ എഗ്ഗിലും എടുത്ത് നോക്കുമ്പോൾ ലാർജസ്റ്റ് എഗ് എന്ന് പറയുന്നത് ഓസ്ട്രിച്ചിന്റെ എഗ് ആണ്. Although it has wings, it cannot fly. An ostrich egg weighs approximately 1.5 kilograms. Moreover, it also has the largest eye among all animals living in land. അപ്പോൾ ഓസ്ട്രിച്ചിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ്, ഓസ്ട്രിച്ചിന്റെ മുട്ട വലുതാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ although it has wings, it cannot fly. പക്ഷെ ഇതുപോലെ പറക്കാൻ സാധിക്കാത്ത പക്ഷിയും കൂടിയാണ് ഓസ്ട്രിച്ച്. ബേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം പറക്കാൻ പറ്റുന്ന പക്ഷികൾ എന്ന് പറയും. പക്ഷെ ഓസ്ട്രിച്ച് എന്താണ്, ഓസ്ട്രിച്ച് എന്ന് പറയുന്നത് എന്താണ്, പറക്കാൻ സാധിക്കാത്ത ബേർഡ് ആണ് കേട്ടോ. അതേപോലെ ഓസ്ട്രിച്ച് എഗ് വെയ്റ്റ്സ് അപ്രോക്സിമേറ്റ്ലി 1.5 kilograms. ഇപ്പോൾ ഒരു ഓസ്ട്രിച്ചിന്റെ മുട്ട എടുത്ത് നോക്കി അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.5 kilogramോളം ഭാരം ഉണ്ടാവും. Moreover, it also has the largest eye among all animals living in land. കരയിൽ ജീവിക്കുന്ന അനിമൽസിലെ ഏറ്റവും വലിയ കണ്ണുകളുള്ള ജീവി എന്ന് പറയുന്നത്, ലാർജസ്റ്റ് ഐ ഉള്ള അനിമൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓസ്ട്രിച്ചിനെ പറയാൻ സാധിക്കും. അപ്പോൾ ഓസ്ട്രിച്ചിന് എന്തൊക്കെ പ്രത്യേകതകളാണല്ലേ ഇവിടെ പറയുന്നത്, ലാർജസ്റ്റ് ലിവിംഗ് ബേർഡ്, ലാർജസ്റ്റ് ലിവിംഗ് ബേർഡ് ഏതാ, ഓസ്ട്രിച്ച് ആണ്. ലാർജസ്റ്റ് എഗ് ഓസ്ട്രിച്ചിന്റെ എഗ് ആണ്. അതുപോലെ തന്നെ പറക്കാൻ സാധിക്കാത്ത ലാർജസ്റ്റ് ബേർഡ് ആരെയാണ്, ഓസ്ട്രിച്ച് തന്നെയാണ് കേട്ടോ. അതുപോലെ ഓസ്ട്രിച്ചിന്റെ എഗ്ഗിന്റെ വെയിറ്റ് എന്താണ്, 1.5 kilogram ആണ് വെയിറ്റ്. അതുപോലെ ലാർജസ്റ്റ് ഐ എമംഗ് ഓൾ ആനിമൽ ലിവിംഗ് ഇൻ ലാൻഡ്, കരയിൽ ജീവിക്കുന്ന ജീവികളിലെ ഏറ്റവും വലിയ കണ്ണുകളുള്ള ജീവി എന്ന് പറയുന്നത് ഓസ്ട്രിച്ചിനാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ഓസ്ട്രിച്ചിനെ കുറിച്ച് എഴുതാനോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചോദ്യം തന്നിട്ട് ഉത്തരം എഴുതാനൊക്കെ പറയാം. ഈ ഒരു ബോക്സിൽ നിന്ന് ചോദ്യം വരാം എക്സാമിന്, പഠിച്ചു വെക്കുക. നെക്സ്റ്റ് മൈഗ്രേറ്ററി ബേർഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് വെച്ചാൽ, അതായത് അവരുടെ റിയൽ ആയിട്ടുള്ള സ്ഥലത്തിൽ നിന്നും അവരുടെ ആ ബേർഡ്സിന്റെ റിയൽ ആയിട്ടുള്ള നേറ്റീവ് പ്ലേസിൽ നിന്നും ആ ബേർഡ്സ് എന്ത് ചെയ്യും, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മുട്ടയിടാനായിട്ടോ അല്ലെങ്കിൽ ആ സ്ഥലത്തുണ്ടാവുന്ന ക്ലൈമറ്റ് ചേഞ്ചസ് കാരണമോ എന്ത് ചെയ്യും, എല്ലാ വർഷവും കുറേ ദൂരം താണ്ടി വേറൊരു സ്ഥലത്തോട്ട് വരുന്നു. എന്നിട്ട് അവിടെ മുട്ടയിട്ട് അവിടെ കുഞ്ഞുങ്ങളൊക്കെ വിരിച്ചിട്ട് അവരുടെ നേറ്റീവ് പ്ലേസ് എന്ന് വെച്ചാൽ ബേർഡ്സിന്റെ റിയൽ പ്ലേസ്. അപ്പോൾ ആ സ്ഥലത്തിലെ ക്ലൈമറ്റിൽ ഓക്കെ ആയതിനു ശേഷം ഇവരെന്ത് ചെയ്യും, തിരിച്ച് അവരുടെ സ്ഥലത്തോട്ട് തന്നെ പറന്നു പോകുന്നു. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് മൈഗ്രേറ്ററി ബേർഡ്സിനെ പറയാൻ സാധിക്കും. മൈഗ്രേറ്ററി ബേർഡ്സ് ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ ചിത്രത്തോട് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണ്, ഗ്രീൻ വാർബ്ലർ, ഇന്ത്യൻ പിറ്റ, അതുപോലെ ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ, ഇന്ത്യൻ ഗോൾഡൻ ഓറിയോൾ,
പസഫിക് ഗോൾഡൻ പ്ലോവർ, ഫോറസ്റ്റ് വാഗ്ടെയിൽ, അങ്ങനെ കുറച്ച് മൈഗ്രേറ്ററി ബേർഡ്സിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡു വി ഓൾവേസ് സീ ഓൾ ദീസ് ബേർഡ്സ് ഷോൺ ഇൻ ദിസ് പിക്ചർ? ഡു വി ഓൾവേസ് ഹിയർ ദെയർ സൗണ്ട്സ്? വാട്ട് കുഡ് ബി ദ റീസൺ? എന്നും ഈ പക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. ഇല്ല. കാരണം എന്താണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് മൈഗ്രേറ്ററി ബേർഡ്സ്? ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. ഇത് എക്സാമിന് ചോദിക്കും. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് മൈഗ്രേറ്ററി ബേർഡ്സ്. അതുപോലെ മൈഗ്രേറ്ററി ബേർഡ്സ് പഠിക്കുമ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പേരുകൾ കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ എന്താണ് മൈഗ്രേറ്ററി ബേർഡ്സ്? സം സ്പീഷീസ് ഓഫ് ബേർഡ്സ് മൈഗ്രേറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ ലാർജ് നമ്പേഴ്സ് to escape from adverse weather conditions, to obtain food and for breeding. അതായത് ചില പക്ഷികൾ എന്താണ് ഒരു സ്ഥലത്തിൽ നിന്നും വേറൊരു സ്ഥലത്തിലേക്ക് ഗ്രൂപ്പായിട്ട്, ഒറ്റയ്ക്കല്ല കേട്ടോ മൈഗ്രേറ്ററി ബേർഡ്സ് വരിക. അവരെങ്ങനെ ഒരു കൂട്ടത്തോടെയാണ് വരിക. ഒരു കൂട്ടത്തോടെ കൂടെ അവരുടെ സ്ഥലത്തിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് പറന്നു വരുന്നു. അത് എന്ത് കാരണം എന്താവാം? അവിടെ ഉണ്ടാവുന്ന കാലാവസ്ഥ പ്രശ്നങ്ങൾ, വെതർ കണ്ടീഷൻസ് കാരണമാകും. അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഫുഡ് ആ സമയത്ത് അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവില്ല, സോ അത് കാരണമാകാം. അതായത് ആ ഒരു കാലാവസ്ഥ കാരണം കൊണ്ട് അവർക്ക് അവിടെ ജീവിക്കാൻ സാധിക്കാണ്ട് അവർ വേറൊരു സ്ഥലത്തിലോട്ട് വരുന്നു. അതുപോലെ തന്നെ അല്പം ബ്രീഡിങ്ങിനാവാം അല്ലെ, അവർ ഇതുപോലെ മുട്ടയിടാനും കുഞ്ഞുങ്ങൾ വിരിയിക്കാനും വേണ്ടിയിട്ടായിരിക്കും അവർ വേറൊരു സ്ഥലത്തോട്ട് വരുന്നു. അങ്ങനെ കൂട്ടമായിട്ടാണ് അവരുടെ സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തിലോട്ട് ഈ കാരണങ്ങൾ കാരണം വരികയാണ് ചെയ്യുന്നത്. when the weather become favorable they return. അങ്ങനെ അവിടുത്തെ ആ സ്ഥലത്തിലെ കാലാവസ്ഥ, അവരുടെ നേറ്റീവ് പ്ലേസിലെ കാലാവസ്ഥ ശരിയാവുമ്പോൾ അവർ എന്ത് ചെയ്യും? തിരിച്ച് അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടി അവർ തിരിച്ചു പറന്നു പോകും. ഗ്രൂപ്പായിട്ട് അവർ തിരിച്ചു പറന്നു പോകും. അങ്ങനെയുള്ള പക്ഷികളെ പറയുന്ന പേരാണ് മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറയുക. മനസ്സിലായല്ലോ? Find the names of more migratory birds and write them down. Collect pictures and paste them in the environmental birds corner of your classroom. എന്ത് ചെയ്യാനാ പറഞ്ഞത് മനസ്സിലായല്ലോ? ഇതുപോലെ പക്ഷികൾ മൈഗ്രേറ്ററി ബേർഡ്സ് ചിത്രങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് നിങ്ങൾ ഒട്ടിക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ക്ലാസ് റൂമിൽ എൻവയോൺമെന്റൽ ബേർഡ് കോർണറിൽ പേസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. മൈഗ്രേറ്ററി ബേർഡ്സിന്റെ ചിത്രങ്ങൾ കളക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് മൈഗ്രേറ്ററി ബേർഡ്സിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സൈബേറിയൻ ക്രെയിൻ, ഗ്രേറ്റർ ഫ്ലാമിംഗോ, ഫോറസ്റ്റ് വാഗ്ടെയിൽ, ഇതുപോലെ മൈഗ്രേറ്ററി ബേർഡ്സിന്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്യുക. അടുത്ത ടോപ്പിക് ബേർഡ്സ് ആൻഡ് ദ എൻവിറോൺമെന്റ്. Have you noticed people trees growing on the top of certain buildings? Has anyone planted it there? ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും പീപ്പിൾ ട്രീസ്. നമ്മൾ ബാനിയൻ ട്രീ എന്നൊക്കെ നമ്മൾ പറയില്ല, നമ്മൾ ആൽമരം. അതായത് നമ്മൾ മതിൽ ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ മേലെ അല്ലെങ്കിൽ എന്തെങ്കിലും മുകളിലായിട്ട് ഈ മരം ഇങ്ങനെ വളരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ആരെങ്കിലും അങ്ങനെ ആ മരം അല്ലെങ്കിൽ ആ ചെടി ആ മരം ഏതെങ്കിലും വീടിന്റെ സൈഡിലോ മുകൾ നിലയിൽ ചിത്രത്തിൽ കാണുന്ന പോലെ ഏതെങ്കിലും മതിലിന്റെ മുകളിലൊക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് പ്ലാന്റ് ചെയ്യുന്നതാണോ? അല്ല. അത് എങ്ങനെയാണ് അവിടെ പ്ലാന്റ് ആവുന്നത്? എങ്ങനെയായിരിക്കും? ഈ പക്ഷികൾ ആ മരത്തിന്റെ ഫ്രൂട്ട് കഴിച്ചിട്ട് ആ സീഡ് അവിടെ കൊണ്ടുപോയി ഇട്ടിട്ടാണ് അതിൽ നിന്നാണ് അവിടെ എന്തുണ്ടാവുന്നത്? ഒരു മരം തന്നെ ഉണ്ടാവുന്നത് അല്ലെ? ചെറിയ ചെറിയ പ്ലാന്റ് ഒക്കെ അങ്ങനെയാണ് ഉണ്ടാവുന്നത് അവിടെ. അപ്പോൾ ഹൗ ആർ ബേർഡ്സ് ബെനിഫിഷ്യൽ ടു ദ എൻവയോൺമെന്റ്? അപ്പൊ എങ്ങനെയാണ് പക്ഷികൾ എങ്ങനെയാണ് ബെനിഫിഷ്യൽ ആവുന്നത്? ബേർഡ്സ് ബെനിഫിഷ്യൽ ടു ദ എൻവയോൺമെന്റ് എങ്ങനെയാണ് ബെനിഫിഷ്യൽ ആവുന്നത്? ഒന്ന് സീഡ് ഡിസ്പേഴ്സൽ. അതിന്റെ റീസൺ ഈ ചിത്രത്തിൽ കാണുന്നതിന്റെ കാരണമാണ് സീഡ് ഡിസ്പേഴ്സൽ. ഈ പക്ഷികൾ എന്ത് ചെയ്യുന്നു? അതായത് ആ ഫ്രൂട്ട് കഴിക്കുന്നു. ആ ഫ്രൂട്ടിന്റെ കുരു കൊണ്ടുപോയിട്ട് പ്രധാനമായിട്ട് പീപ്പിൾ ട്രീയിലൊക്കെ അതിന് ബേർഡ്സ് കഴിക്കുന്ന ഫ്രൂട്ട് ഉണ്ട്, ബേർഡ്സിന് കഴിക്കാൻ പറ്റുന്നത്. അപ്പൊ അത് കൊത്തിക്കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ഇതുപോലെ ഏതെങ്കിലും വീടുകളുടെ സൈഡിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ടോപ്പിൽ ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ട് ഇത് കഴിക്കും. എന്നിട്ട് ആ കുരു അവിടെ തന്നെ ഇടും. അതിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാവുന്നു അല്ലേ? അതാണ് സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. വിത്ത് അവിടെ കൊണ്ടുപോയി ഇടുക. പിന്നെ പോളിനേഷന് കാരണമാവും. പിന്നെന്താണ്? പെസ്റ്റ് കൺട്രോളിന് കാരണമാവും. ഇങ്ങനെയൊക്കെ ബേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എൻവയോൺമെന്റിനെ, പ്രകൃതിയെ സംരക്ഷിക്കുന്നു. പ്രകൃതിക്ക് ബെനിഫിഷ്യൽ ആവുന്നുണ്ട്, ഗുണകരമാവുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഇൻ സെർച്ച് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. How do birds and animals quench their thirst in the summer when springs and other water bodies dry up? അതായത് പക്ഷികൾ എങ്ങനെയാണ് സമ്മർ സീസൺ പോലെ സീസണിൽ വരൾച്ച ഒരുപാട് വെള്ളമൊന്നും കിട്ടാത്ത അവസ്ഥയിൽ അവർ എങ്ങനെയാണ് എവിടെ നിന്നായിരിക്കും അവർക്ക് വെള്ളം കുടിക്കുന്നുണ്ടാവുക, അവരുടെ ദാഹം മാറ്റുന്നുണ്ടാവുക?
എവിടെ നിന്നാണ്? അതിനുള്ള ആൻസർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയായിരിക്കും? ഇതുപോലെ തന്നെ പ്രധാനമായിട്ട് സമ്മർ സീസണിലൊക്കെ വാട്ടർ ബോഡീസ് ഒക്കെ ഡ്രൈ ആവില്ലേ, അതായത് വറ്റി വരണ്ടിട്ടുണ്ടാവും. അപ്പൊ കൂടുതലായിട്ടും പക്ഷികൾ വെള്ളം കുടിക്കുന്നത് ഇതുപോലെ തന്നെ സാധാരണ കാണുന്ന വാട്ടർ ബോഡീസ് ആയിരിക്കും അല്ലെ. ഈ കുളം അതുപോലെ പുഴ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ വാട്ടർ ബോഡീസിനായിട്ട് അവർ ആവശ്യമുള്ള വെള്ളം കുടിക്കുന്നുണ്ടാവുക. പക്ഷെ ഈ പറഞ്ഞ പോലെ സമ്മർ സീസൺ പോലെ സീസൺസിൽ എന്ത് സംഭവിക്കുന്നു? എല്ലാം വറ്റി വരളുന്നു. അപ്പൊ അവർക്ക് എന്ത് കിട്ടുന്നില്ല? ആവശ്യത്തിനുള്ള വെള്ളം പോലും കിട്ടാതെ ഒരുപാട് പക്ഷികൾ എന്ത് സംഭവിക്കും? അവർക്ക് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നുണ്ട് അല്ലേ. അപ്പൊ അതെല്ലാം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം എന്നാണ് ഇവിടെ കാണുന്ന ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. To protect birds from the heat and drought in summer, we can provide birds with drinking water. For this, you can pour water in earthen pots and keep under the trees or in any other open places. Be sure to change the water frequently to prevent mosquitoes from laying their eggs. അപ്പോൾ എന്ത് ചെയ്യാനാണ് നമ്മളോട് ചെയ്യാൻ പറയുന്നത്? ഇതുപോലെ സമ്മർ സീസണിൽ ചെറിയ ചെറിയ മൺപാത്രങ്ങളിൽ എന്ത് ചെയ്യുക? മരത്തിന്റെ അടിയിലോ നല്ല വെയിൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടാത്ത സ്ഥലങ്ങളിൽ കേട്ടോ, അപ്പൊ മരത്തിന്റെ അടിയിലോ അങ്ങനെ എന്നാൽ ഓപ്പൺ പ്ലേസ് പോലുള്ള സ്ഥലങ്ങൾ പക്ഷികൾക്ക് വരുന്ന വെള്ളം കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ഓപ്പൺ പ്ലേസിൽ ഈ പറഞ്ഞ മരങ്ങളുടെയോ ചെടികളുടെയൊക്കെ അടിയിലായിട്ട് ഒരു മൺപാത്രങ്ങളിൽ വെള്ളം വെക്കുക. അത് ഇതുപോലെ ജീവികൾക്ക് ആ സമ്മർ സീസൺ പോലെ സീസണിൽ വെള്ളം കിട്ടാനുള്ള ഒരുപാട് സഹായമാവും. അപ്പൊ നമ്മളിങ്ങനെ വെറുതെ വെള്ളം നിറച്ചു വെച്ചിട്ട് ആഴ്ചകളോളം മാസങ്ങളോളം അങ്ങനെ നിറച്ചു വെക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടൈം ഗ്യാപ്പിൽ നമ്മളത് ചേഞ്ചും കൂടെ ചെയ്യണം കേട്ടോ. കാരണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിൽ കൊതുക് മുട്ടയിട്ടിട്ട് കൊതുക് പെരുകാൻ കാരണമാവും അല്ലേ. അപ്പൊ അത് നമ്മൾ ക്ലീൻ ചെയ്യണം. ആ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റും ചെയ്യണം. ഇടയ്ക്കാണ് ഓരോ ദിവസം കൂടുമ്പോൾ മാറ്റി പുതിയ വെള്ളം വെച്ച് കൊടുക്കും കൂടെ ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് പക്ഷികൾക്ക് മാത്രമല്ല ഒരുപാട് ജീവികൾക്ക് അത് എന്ത് ചെയ്യും? അവരുടെ ദാഹം അകറ്റാൻ കാരണമാവും അല്ലേ. നല്ലൊരു കാര്യമാണ് അത്. അപ്പൊ സെറ്റ് അപ്പ് എ പ്ലേസ് ഇൻ യുവർ സ്കൂൾ ടു പ്രൊവൈഡ് ഫുഡ് ആൻഡ് വാട്ടർ ഫോർ ബേർഡ്സ്. അപ്പൊ പക്ഷികൾക്ക് ഇതുപോലെ സമ്മർ സീസണിൽ വാട്ടറും ഫുഡൊക്കെ കിട്ടുന്ന പോലെ നിങ്ങളുടെ സ്കൂളിൽ സെറ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. Great Hornbill towards threat of extinction. Great Hornbill ഏത് പക്ഷിയാ ചിത്രത്തിൽ കാണുന്നത്? മലമുഴക്കി വേഴാമ്പൽ അല്ലേ. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും മലമുഴക്കി വേഴാമ്പൽ ആരാണ്? നമ്മുടെ കേരളത്തിന്റെ ഒഫീഷ്യൽ ബേർഡ് ആണ് അല്ലേ. നമ്മുടെ കേരളത്തിന്റെ ഒഫീഷ്യൽ ബേർഡ് ആരാണ്? ഗ്രേറ്റ് ഹോൺബിൽ ആണ്. അപ്പോൾ നമ്മുടെ ഗ്രേറ്റ് ഹോൺബില്ലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പറയുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. The great hornbill also known as farmer of the forest. ചോദിക്കാറുണ്ട് കേരളത്തിന്റെ ഒഫീഷ്യൽ ബേർഡ് ആരാണ്? ഗ്രേറ്റ് ഹോൺബിൽ. ഫാമർ ഓഫ് ദ ഫോറസ്റ്റ് കാട്ടിലെ കൃഷിക്കാരൻ ആരാണ്? ഗ്രേറ്റ് ഹോൺബിൽ, മലമുഴക്കി വേഴാമ്പൽ. ഇറ്റ് ഈസ് നൗ ഫേസിംഗ് ദ ത്രീറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. അതായത് ഇപ്പൊ ആ പക്ഷി എന്ത് നേരിടുന്നുണ്ട്? വംശനാശം. അതായത് ത്രീറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ വംശനാശം. ആ പക്ഷി തന്നെ നമ്മുടെ എർത്തിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആ പക്ഷികളുടെ വംശം തന്നെ നമ്മുടെ ഭൂമിയിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷങ്ങൾ കഴിയെ ഇങ്ങനെ ഒരു പക്ഷി തന്നെ നമ്മൾ എന്താവും? പക്ഷിയെ തന്നെ മറക്കും. ഇങ്ങനെ ഒരു പക്ഷിയെ തന്നെ നമുക്ക് കാണാനേ സാധിക്കില്ല. അതാണ് ത്രീറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ നമ്മുടെ ത്രീറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയാണ് ഗ്രേറ്റ് ഹോൺബിൽ. The number of birds like the great hornbill and house sparrow is now decreasing. What could be the reasons? അപ്പോൾ ഇത് ഗ്രേറ്റ് ഹോൺബിൽ അതുപോലെ ഹൗസ് സ്പാരോ ഹൗസ് സ്പാരോയും നമ്മുടെ ഗ്രേറ്റ് ഹോൺബിൽ എല്ലാം കുറയാൻ, അതിന്റെ നമ്പർ കുറയാൻ കാരണമാവുന്നത് എന്തെല്ലാമാണ്? വാട്ട് കുഡ് ബി ദ റീസൺ ആണ് ചോദിക്കുന്നത് അല്ലെ. റീസൺസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണ്? സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് റിസോഴ്സസ്, ആവശ്യത്തിനുള്ള അതായത് ആ ജീവികൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം ലഭിക്കാണ്ടാവുമ്പോൾ. പിന്നെന്താണ്? ലേക്ക് ഓഫ് ടോൾ ട്രീസ്, വലിയ മരങ്ങൾ ഇല്ലാതാവുന്നു. ഹ്യൂമൻ പ്രസൻസ്, മനുഷ്യരുടെ സാന്നിധ്യം. അപ്പൊ ഇതെല്ലാം തന്നെയാണ് ഈ ഇത്തരം ജീവികൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവാൻ തന്നെയുള്ള കാരണങ്ങൾ അല്ലെ. പിന്നെ എന്തൊക്കെ നമുക്ക് എഴുതാം? ഡീഫോറസ്റ്റേഷൻ അല്ലെ, കാടുകൾ നശിപ്പിക്കുന്നത്. പിന്നെന്താ? ഹാബിറ്റേറ്റ് ഡിസ്ട്രക്ഷൻ, അതായത് ആ പക്ഷികളുടെ വാസസ്ഥലം ഇല്ലാതാവുന്നു. പിന്നെന്താ? പൊല്യൂഷൻ. അപ്പൊ ഇതെല്ലാം തന്നെ എന്തിനു കാരണമാണ്? ഇത്തരം ഇപ്പൊ ഗ്രേറ്റ് ഹോൺബില്ല് അതുപോലെ ഹൗസ് സ്പാരോ പോലെ ഇനിയും ഒരുപാട് ജീവികളുണ്ട്. അത്തരം ജീവികൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാവാൻ കാരണമാവുന്നു. Okay, next. The Red Data Book is a book that record endangered and rare species. അപ്പോൾ ഇതുപോലെ നമ്പർ കുറഞ്ഞു വരുന്ന ഭൂമിയിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവാൻ സാധ്യതയുള്ള ജീവികളെ കുറിച്ചിട്ടും വളരെ റെയർ ആയിട്ടുള്ള സ്പീഷീസിനെ കുറിച്ചിട്ടൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കാണ്, ഒരു റെക്കോർഡാണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്.
എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് റെഡ് ഡാറ്റ ബുക്ക് എന്നുള്ളത്? Write the names of other endangered birds of Kerala in my environmental science diary. Collect their pictures and prepare an album. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഇതുപോലെ വംശനാശം നേരിടുന്ന കുറച്ച് ബേർഡ്സിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക, പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ആൽബം ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗ്രാസ് ബേർഡ്, പിന്നെന്താ നീലഗിരി വുഡ് പീജിയൻ, പിന്നെ മലബാർ വിസ്ലിംഗ് ത്രഷ്. ഇതെല്ലാം ഈ ബേർഡ്സ് എല്ലാം തന്നെ ഇതേപോലെ തന്നെ എൻഡേഞ്ചേർഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന പക്ഷികളാണ്, വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ബേർഡ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് ബേർഡ് വാച്ചേഴ്സ്. ബേർഡ് വാച്ചേഴ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് ഓർണിത്തോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം ആരുടെയാണ്? ഡോക്ടർ സലീം അലി അല്ലേ. അപ്പൊ എന്നാണ് നമ്മള് നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? നവംബർ 12 ആണ്. അതായത് ഡോക്ടർ സലീം അലി അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ എന്തായി സെലിബ്രേറ്റ് ചെയ്യുന്നത്? നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിത് വായിക്കാം. അപ്പോൾ ആരാണ് എന്നാണ് നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. നവംബർ 12 ആണ് ബേർഡ് വാച്ചിങ് ഡേ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തെ കുറിച്ചിട്ട് എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? ബേർഡ് വാച്ചേഴ്സിനെ പറയുന്ന പേരെന്താ? ഓർണിത്തോളജിസ്റ്റ്. ഓക്കെ. When Salim was 10 years old, he shot a sparrow named Manyatali with an air gun that his uncle had given him as a gift. Salim and his uncle took this bird and went to visit his uncle's friend, W.S. Millard, an officer of the Natural History Society, Bombay. He introduced Salim to the collection of birds preserved and kept at the society. It included sparrows like the Manyatali that Salim had shot. This visit marked the turning point for him to be a bird lover later. This is the biography of Dr. Salim Ali, the greatest bird watcher India has ever seen. We celebrate his birthday November 12 as National Bird Watching Day. ഇവിടെ എന്ത് പഠിച്ചു വെക്കുക? മെയിൻ ആയിട്ട് നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ എന്നാണ് പഠിച്ചു വെക്കുക. ബേർഡ് വാച്ചേഴ്സിനെ പറയുന്ന പേരെന്താ? ഓർണിത്തോളജിസ്റ്റ്. ഓക്കെ. അടുത്തത് ഇതേപോലെ 2 ബേർഡ് വാച്ചേഴ്സിനെ കുറിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. ഡു യു നോ എനി അതർ ബേർഡ് വാച്ചേഴ്സ്? ഫൈൻഡ് മോർ ഇൻഫോർമേഷൻ അബൌട്ട് ദം ആൻഡ് റൈറ്റ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രീ കെ നീലകണ്ഠൻ, ഓൾസോ നോൺ ആസ് ഇന്ദുചൂടൻ. അദ്ദേഹത്തെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ചുകൂടെ നമുക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം, അത് കളക്ട് ചെയ്തിട്ട് അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി ചേർക്കുക കേട്ടോ. കെ നീലകണ്ഠൻ, നോൺ ബൈ ഹിസ് പെൻ നെയിം ഇന്ദുചൂടൻ, വാസ് കേരളാസ് ഓൺ ബേർഡ് മാൻ. He introduced generations to the beauty of birds through his Malayalam books like കേരളത്തിലെ പക്ഷികൾ. അദ്ദേഹത്തിന്റെ ബുക്കാണ് കേട്ടോ. കേരളത്തിലെ പക്ഷികൾ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ബുക്കാണ്. ഹി ഓൾസോ പ്ലേഡ് എ കീ റോൾ ഇൻ പ്രൊട്ടക്ടിങ് സൈലന്റ് വാലി, വൺ ഓഫ് കേരളാസ് റിച്ചസ്റ്റ് ഫോറസ്റ്റ്. അടുത്തത് നെക്സ്റ്റ് ഡോക്ടർ ആർ സുഗതൻ ആണ്. ഡോക്ടർ ആർ സുഗതൻ is a revered ornithologist from Kerala, worked as an ornithologist at Thattekad Bird Sanctuary, discovered a new type of owl named the Ripley owl. The branch of science related to the study of birds is called ornithology. മനസ്സിലായല്ലോ? ഓർണിത്തോളജി എന്ന് വെച്ചാൽ എന്താണ്? പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ്. അതിൽ നമ്മൾ പറഞ്ഞ പേരാണ് ഓർണിത്തോളജി എന്ന് പറയുന്നത്. ഓർണിത്തോളജി. ഓക്കെ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഇനി നമ്മൾ പഠിക്കുന്നത് ബേർഡ് സാങ്ച്വറി ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബേർഡ് സാങ്ച്വറി. The bird sanctuary in Kerala named after Dr. Salim Ali is the Thattekad Bird Sanctuary. Do you know any other bird sanctuaries? Complete the crossword puzzle. അപ്പോൾ ഇവിടെ നമ്മൾ ക്രോസ്വേർഡ് പസിൽ ആണ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്. എല്ലാം തന്നെ ബേർഡ് സാങ്ച്വറീസിന്റെ പേരാണ് വരിക. അപ്പോൾ ഡൗൺ നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം, the only bird sanctuary in Kerala located in mangrove forest. ആൻസർ എന്താണ്? അറിയൂ നിങ്ങൾക്ക്? മംഗലവനമാണ് കേട്ടോ. മംഗലവനമാണ് ആൻസർ. രണ്ടാമത്തെ നോൺ ആസ് ഡോക്ടർ സലീം അലി ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്ന ബേർഡ് സാങ്ച്വറി ഏതാണ്? തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ആണ്. തട്ടേക്കാട്. മൂന്നാമത്തെ അക്രോസ് ആണ്. ദ ഓൺലി പീകോക്ക് സാങ്ച്വറി ഇൻ കേരള. ഓൺലി പീകോക്ക് സാങ്ച്വറി ഇൻ കേരള. മൂന്നാമത്തെ ആൻസർ അറിയോ? ഏതാണ്? ചൂലന്നൂർ ആണ് ആൻസർ. നാലാമത്തെ ബേർഡ് സാങ്ച്വറി ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് വേർ മൈഗ്രേറ്ററി ബേർഡ്സ് ആർ മോസ്റ്റ്ലി സീൻ. മൈഗ്രേറ്ററി ബേർഡ്സ് എന്താ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലുള്ള ബേർഡ് സാങ്ച്വറി ഏതാണ്? ആൻസർ എഴുതിയിട്ടുണ്ട്. ഏതാണ് നാലാമത്തെ ആൻസർ? എന്തെഴുതിയിരിക്കുന്നത്? കടലുണ്ടി. ഓക്കെ. അഞ്ചാമത്തെ എ ബേർഡ് സാങ്ച്വറി ഇൻ കോട്ടയം ഡിസ്ട്രിക്ട്. കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള ബേർഡ് സാങ്ച്വറി എന്താണ്? കുമരകം.
Okay, and find more information about other bird sanctuaries and write them in my environmental science diary. അപ്പോൾ ഇതേപോലെ കൂടുതൽ ബേർഡ് സാങ്ച്വറീസിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ നോട്ട് എഴുതാനാണ് പറയുന്നത് നോട്ടിൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ക്രോസ്, പെസൻസ്, മൈനാസ്, peacocks, hornbills, wagtails, and many more millions of diverse birds in this living world. Many of them are having sweet voices, diverse colors, different migratory paths, what not. Let's continue our fascinating journey into the world of winged buddies by exploring and discovering more about them. അപ്പോൾ നമ്മളെ പക്ഷികളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷൻ ലെറ്റ്സ് അസസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ഒന്നാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത്, ഡ്രോ ലൈൻസ് ത്രൂ ദ റൈറ്റ് പാത്ത് ടു കണക്ട് ദ ബേർഡ്സ് ദെയർ ഫുഡ്. ഈ പക്ഷികളെ അതിന്റെ ആഹാരത്തിനോട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഇങ്ങനെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ലൈൻ വരച്ച് ജോയിൻ ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, Hi, is this a woodpecker? Robbie shouted when he saw a bird by the side of the pond. അപ്പോൾ ഒരു കൊളക്കരയിൽ ഒരു പക്ഷിയെ കണ്ടിട്ട് റോബി ചോദിക്കുകയാണ്, ഇത് വുഡ്പെക്കർ ആണോ, മരംകുത്തിയാണോ എന്ന് ചോദിക്കുകയാണ്. The peak of woodpeckers is not like this, അയൻ replied. ഇത് കേട്ട് അയൻ പറഞ്ഞു, വുഡ്പെക്കറിന്റെ കൊക്ക് പോലെയല്ല ഈ പക്ഷീന്റെ എന്ന് പറഞ്ഞു. Then which bird is this? Complete the picture giving appropriate color. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പക്ഷി ഏതായിരിക്കും, ഇതിന് എന്ത് ചെയ്യുക, അനുയോജ്യമായിട്ടുള്ള നിറം കൊടുക്കുക, ഏത് ബേർഡാന്ന് എഴുതുക. പ്രിപ്പയർ എ നോട്ട് ഓൺ ഇറ്റ്സ് ഫീച്ചേഴ്സ്, എന്നിട്ട് ഇതിന്റെ പ്രത്യേകത ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയൊരു നോട്ട് എഴുതുക. ഇത് ഏത് പക്ഷിയാണ്, കിങ് ഫിഷർ ആണ് അല്ലേ. King fishers are colorful birds with large heads, long sharp bills and short tails. They are skilled hunters, often diving into water to catch fish and other small creatures like insects and shrimp. Kingfishers build nests by digging tunnels into earth banks and are known for their vibrant plumage typically in shades of blue and orange. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിങ്ഫിഷിനെ കുറിച്ച് നമുക്ക് അറിയുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അത് കാണാൻ എങ്ങനെയാണ്, അത് കഴിക്കുന്ന ആഹാരം എന്താണ്, കൂട് എങ്ങനത്തെയാണെന്ന് ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു നോട്ട് തയ്യാറാക്കുക. മൂന്നാമത്തെ ചോദ്യം, Mansa and Abin were playing a table completion game. Join them and complete the table. ഈ കാണുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ബേർഡ്സിന്റെ നെയിം എഴുതണം, അതിന്റെ കളർ, ഫുഡ്, ബോഡി ഫീച്ചർ, നെസ്റ്റ്, കൂട്, എവിടെയാണ് കൂട് കിട്ടുക. ഓക്കെ, ഫസ്റ്റ് വൺ പാരറ്റ് ആണ്. പാരറ്റിന്റെ നിറം ഗ്രീന്. ഫുഡ് എന്തൊക്കെ എഴുതാം, ഗ്രെയിൻസ്, സീഡ്സ്, ഫ്രൂട്ട്സ്. ബോഡി ഫീച്ചർ കർവ്ഡ് റെഡ് പീക്ക്, സ്ലിം ലെഗ്സ് ഫോർ ക്ലൈംബിംഗ് ട്രീസ്. നെസ്റ്റ് ഹോളോസ് ഇൻ ട്രീസ്. അടുത്തത് ബ്ലാക്ക് എന്നാണ് കളർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബേർഡ് ക്രോ എഴുതാം. ഫുഡ് ലെഫ്റ്റ് ഓവേഴ്സ്, ഗ്രെയിൻസ്, ഇൻസെക്ട്സ്. ബോഡി ഫീച്ചർ ഷാർപ്പ് പീക്ക്. നെസ്റ്റ് ബിൽഡ് നെസ്റ്റ് ഓൺ ട്രീ ബ്രാഞ്ചസ് യൂസിങ് സ്റ്റിക്ക് ആൻഡ് സോഫ്റ്റ് തിങ്സ് അല്ലേ. കമ്പുകളും ചുള്ളിക്കമ്പുകളും അങ്ങനത്തെ സോഫ്റ്റ് ആയിട്ട് ഐറ്റംസ്, പിന്നെ കുറച്ച് ചെറിയ ചെറിയ ചകിരിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുക, കാക്ക കൂട് കിട്ടുക അല്ലേ. അടുത്തത് ഫുഡാണ് എഴുതിയിരിക്കുന്നത്, സ്മോൾ ക്രിയേച്ചേഴ്സ്. അപ്പം നമുക്ക് ബേർഡ് എന്ത് എഴുതാം, ഔൾ എഴുതാം. കളറ് ബ്രൗൺ ഓർ ഗ്രേ. ബോഡി ഫീച്ചർ ഫെദേഴ്സ് ഹെൽപ്പ് ദം ഫ്ലൈ സൈലന്റ്ലി ആൻഡ് ഹണ്ട് അറ്റ് നൈറ്റ്. നെസ്റ്റ് owls usually do not build nests, they use old nests, ബാക്കി ഇവിടെ എഴുതിയിട്ടുണ്ട്, made by other birds, tree holes or old buildings. Some owls make burrows in the ground. സാധാരണ മൂങ്ങകൾ കൂട് കെട്ടാറില്ല, പകരം പഴയ കൂട്, മറ്റ് പക്ഷികളുടെ ഓൾഡ് നെസ്റ്റ് കൂടുകളോ അല്ലെങ്കിൽ ട്രീ ഹോള്, മരത്തിന്റെ പൊത്തുകൾ, പഴയ ബിൽഡിങ്സ് ഒക്കെയാണ് അവർ കൂടായിട്ട് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ചില ഔൾസ് മാത്രം എന്ത് ചെയ്യും, ഗ്രൗണ്ടിൽ ചെറിയ ചെറിയ മാളങ്ങൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെയും അതിലിരിക്കുന്ന ഔൾസും ഉണ്ട്. അടുത്തത് ബോഡി ഫീച്ചർ ലോങ് ബീക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെയിം ഓഫ് ദ ബേർഡ് കിങ് ഫിഷർ എഴുതാം. കളറ് ബ്രൈറ്റ് ബ്ലൂ ആൻഡ് ഓറഞ്ച്. ഫുഡ് ഫിഷ്. പിന്നെ നെസ്റ്റ് ദേ ഡിഗ് ടണൽസ് ഇൻ റിവർ ബാങ്ക്സ് ഓർ നിയർ വാട്ടർ ബോഡീസ് ആൻഡ് ബിൽഡ് നെസ്റ്റ് ഇൻസൈഡ്. അടുത്തത് വുഡ് പെക്കർ ആണ്. വുഡ് പെക്കറിന്റെ കളർ എന്താ കൊടുത്തിരിക്കുന്നത്, ഗ്രീനിഷ് യെല്ലോ ഓർ യെല്ലോയിഷ് ബ്രൗൺ. കഴിക്കുന്നത് ഇൻസെക്ട്സ്, വേംസ്. അതിന്റെ ബോഡി ഫീച്ചർ പോയിന്റഡ് ബീക്ക്, റെഡ് ക്യാപ്പ് ഓൺ ദ ഹെഡ്. ഹോളോസ് ഇൻ ട്രീസിലാണ് താമസിക്കുക. ഓക്കെ, അങ്ങനെ അടുത്ത ലാസ്റ്റ് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്. ഫസ്റ്റ് വൺ, ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ലെറ്റ്സ് മേക്ക് എൻ ആൽബം. പ്രിപ്പയർ എൻ ആൽബം ഓഫ് ബേർഡ്സ് ബൈ ഡ്രോയിങ് ഓർ പേസ്റ്റിംഗ് പിക്ചേഴ്സ് ഓഫ് വേരിയസ് ബേർഡ്സ്. അപ്പോൾ എന്ത് ചെയ്യുക, പല ബേർഡ്സിന്റെ ഒരുപാട് ചിത്രങ്ങൾ കിട്ടും അല്ലേ. അപ്പോൾ നിങ്ങൾ ചിത്രങ്ങൾ കളക്ട് ചെയ്ത് ഒട്ടിക്കുക, അല്ലെങ്കിൽ വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ വരച്ചു ചേർത്ത് ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അടുത്ത ചോദ്യം, മേക്ക് ഡിഫറെന്റ് ഷേപ്സ് ബൈ അറേഞ്ചിങ് ദി ഫെദർ ഓഫ് വേരിയസ് ബേർഡ്സ്. അങ്ങനെ നമ്മൾ പല ബേർഡ്സിന് തൂവലുകൾ എല്ലാം ഡിഫറെന്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആ തൂവലുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്.
മൂന്നാമത്തെ ചോദ്യം പ്രിപ്പയർ എ ഷോർട്ട് പ്ലേ ഓൺ ദ റോൾ ഓഫ് ബേർഡ്സ് ഇൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ പ്രസന്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. ഒരു ചെറിയ ഷോർട്ട് പ്ലേ പ്രിപ്പയർ ചെയ്തിട്ട് ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ദ റോൾ ഓഫ് ബേർഡ്സ് ഇൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്ന ടോപ്പിക്കിൽ ഒരു ഷോർട്ട് പ്ലേ ക്രിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുക. ഇതാണ് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്. ആ ടീച്ചർ പറയുമ്പോൾ ചെയ്ത് നോക്കുക എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്. അപ്പം നമ്മൾ തേർഡ് യൂണിറ്റ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് പാർട്ടിൻ്റെ ക്ലാസ്സും കൂടെ കാണുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്